പാലോട് നവവധുവിന്റെ ആത്മഹത്യയിൽ സുഹൃത്ത് അജാസിന് കുരുക്ക് മുറുകുകയാണ്. ഇന്ദുജയുടെ ഫോൺ ഫോർമാറ്റ് ചെയ്ത നിലയിലാണെന്ന് പോലീസ് കണ്ടെത്തി. ഇന്ദുജയുടെ ഫോണിന്റെ പാസ്വേഡ് അജാസിന് അറിയാമായിരുന്നുവെന്നും മരിക്കുന്നതിന് മുൻപ് ഇന്ദുജ സംസാരിച്ചത് അജാസിനോടാണ് എന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ അജാസ് എങ്ങനെയാണ് ഈ ഫോൺ ഫോർമാറ്റ് ചെയ്തു എന്ന് പോലീസ് പറയുന്നത്? ഈ മരിച്ച സമയത്ത് ഇന്ദുജയുടെ ഫോൺ അജാസിന്റെ പക്കലായിരുന്നു. ഇന്ദുജയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പോലീസിൽ നിന്ന് ലഭിക്കുകയാണ്. മരണത്തിൽ അജാസിന് കൂടുതൽ പങ്കുണ്ട് എന്നതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവരികയാണ്. ഇന്ദുജയുടെ ഫോൺ ഫോർമാറ്റ് ചെയ്തു എന്ന നിലയിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഫോണിന്റെ പാസ്വേഡ് അജാസിന് അറിയാമായിരുന്നുവെന്നും മരിക്കുന്നതിന് മുമ്പ് ഇന്ദുജ സംസാരിച്ചത് അജാസിനോടാണ് എന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അരുൺ, ഞാൻ ചോദിച്ചത്, ഇപ്പോൾ അഭിജിത്തിനൊപ്പം അജാസും അറസ്റ്റിലാണ്. ഇപ്പോൾ അജാസുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് പോലീസ് നൽകുന്നത്? ഇന്ദുജയുടെ ഫോണിന്റെ പാസ്വേഡ് അജാസിന് അറിയാമെന്ന് പറയുന്നു. ഇപ്പോൾ മരിക്കുന്ന സമയത്ത് ഈ ഫോൺ ആരുടെ പക്കലായിരുന്നു? സ്മൃതി, ഈ പാലോട് ഇന്ദുജയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇതിലെ ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയുമായിട്ടുള്ള അഭിജിത്തിനെയും അതുപോലെ തന്നെ അജാസിനെയും ഈ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തി രാത്രിയോടുകൂടി തന്നെ ഇവരെ റിമാൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ മരിക്കുന്നതിന് മുന്നേ തന്നെ ഇന്ദുജയുടെ ഫോൺ ശരിക്കും ഈ അജാസിൻ്റെ കയ്യിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്ദുജയുടെ ഫോണിലെ പാസ്വേഡ് കൃത്യമായിട്ട് അറിയാമായിരുന്ന വ്യക്തിയായിരുന്നു അജാസ്. ഇതിനുശേഷം ഇന്ദുജയുടെ മരണം ഉറപ്പിച്ചതിന് ശേഷമാണ് ഈ പ്രതികൾ ഗൂഢാലോചന നടത്തിയിരുന്നത്. ഇതിൽ ഇന്ദുജയുടെ ഫോണിലെ വിവരങ്ങളെല്ലാം ഫോർമാറ്റ് ചെയ്ത നിലയിലാണ് ഇപ്പോൾ ഈ പാലോട് പോലീസിന് ലഭിച്ചു എന്നുള്ള വിവരമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിനോടനുബന്ധിച്ച് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോഴും അതിലും ഈ തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നു. ഇതിൽ പ്രധാനമായും സ്മൃതി, ഈ ഇന്ദുജ മരണപ്പെടുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 മണിക്കാണ്. ഇതിനോടനുബന്ധിച്ച് തന്നെ ബുധനാഴ്ചയോടുകൂടി ഈ ഇളവട്ടത്തുള്ള അഭിജിത് ദേവിൻ്റെ വീട്ടിലേക്ക് ഈ അജാസ് വന്നിരുന്നു. അവിടെ വരുന്ന സമയത്ത് രണ്ടാം നിലയിൽ ഈ മരണപ്പെട്ട ഇന്ദുജ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു അവസരത്തിൽ ഈ സംസാരിക്കുന്നത് മറ്റൊരു ആളോടുകൂടിയാണെന്നുള്ളത് ഒരു സംശയമുണ്ടായിരുന്നു. അവിടെ വെച്ച് ഇവർ തമ്മിൽ ഒരു തർക്കമുണ്ടായി. ആ മുറിയിൽ വെച്ചൊരു തർക്കമുണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്നും ഇന്ദുജയെ വിളിച്ചിറക്കി കൊണ്ടുപോകുന്നു. അവിടെ നിന്നും കാറിൽ അജാസ് വിളിച്ചിറക്കി കൊണ്ടുപോയത് തിരുവനന്തപുരം ശംഖുമുഖത്തേക്കായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഇതിലെ രണ്ടാം പ്രതിയായിട്ടുള്ള അജാസിനെ ഈ ശംഖുമുഖത്ത് തെളിവെടുക്കുന്നതിന് വേണ്ടിയിട്ട് പാലോട് പോലീസ് കൊണ്ടുപോയത്. ഈ ശരിക്കും ഈ ശംഖുമുഖത്ത് വെച്ച് തന്നെയാണ് ഈ ഇന്ദുജയെ ഈ അജാസ് മർദ്ദിച്ചത്. ആ മർദ്ദിച്ചതിൻ്റെ പാടാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അടക്കം കണ്ടതെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വിവാഹത്തിന് ശേഷം ഓഗസ്റ്റ് മാസം 5-ാം തീയതിയാണ് ഈ അഭിജിത് ദേവുമായിട്ടുള്ള വിവാഹം നടക്കുന്നത്. ഈ വിവാഹത്തിന് ശേഷവും ഇന്ദുജയും അജാസും തമ്മിൽ വളരെ വ്യക്തിപരമായിട്ടുള്ള സൗഹൃദപരമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു. അത് അഭിജിത്ത് ദേവിനും അറിയാമായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇവർ രണ്ടുപേരുടെയും ഗൂഢാലോചന ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ഈ മരണം ഉറപ്പിച്ചു എന്ന് പറയുമ്പോൾ, അതായത് 1:30 മണിക്ക് ഈ അഭിജിത് ദേവിൻ്റെ വീട്ടിൽ ഇളവട്ടത്തുള്ള വീട്ടിലെ ബെഡ്റൂമിൽ തൂങ്ങി മരിക്കുന്നു. ശേഷം ഈ ഇന്ദുജയെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു. അവിടെയും അജാസിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. ഈ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇത്തരത്തിൽ വലിയൊരു ഗൂഢാലോചന ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇതിൽ പ്രധാനമായും ഇവർ നടത്തിയിട്ടുള്ള വാട്സപ്പ് ചാറ്റുകൾ പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്ത നിലയിലാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഫോൺ ഫോർമാറ്റ് ചെയ്തിരിക്കുന്നു. ഫോൺ ഫോർമാറ്റ് ചെയ്തതിനപ്പുറം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. സ്മൃതി, അത് റിട്രീവ് ചെയ്യാൻ പറ്റില്ല എന്നാണോ പോലീസ് ഇപ്പോൾ പറയുന്നത്? സ്മൃതി, തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഫോൺ ഫോർമാറ്റ് ചെയ്ത നിലയിൽ ലഭിച്ചതുകൊണ്ട് തന്നെ ഫോൺ റീസ്റ്റോർ ചെയ്യാൻ ഇതിൽ ഏതൊക്കെ വിവരങ്ങളാണ് നഷ്ടപ്പെടുത്തിയത്? ഇതിൽ പ്രധാനമായും സ്മൃതി, ഈ മരിക്കുന്നതിന് തൊട്ട് മണിക്കൂറുകൾക്ക് മുന്നേ അവസാനം വിളിച്ചതും അജാസിനെയാണ്. അജാസിനെ വിളിച്ച് താൻ ആത്മഹത്യ ചെയ്യും എന്നുള്ള വിവരം ഇന്ദുജ അജാസിനോട് പങ്കുവച്ചിരുന്നു. ആ വിവരം അജാസ് ഈ അഭിജിത് ദേവിനെ ഉടനെ തന്നെ വിളിച്ചറിയിക്കുന്നു. തുടർന്നാണ് ഈ അഭിജിത് ദേവ് ഈ വീട്ടിലേക്ക് ഓടിയെത്തുന്നത്. അപ്പോഴേക്കും ഈ ഇന്ദുജ ജനലിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയും തുടർന്ന് നെടുമങ്ങാട് ആശുപത്രിയിൽ എത്തിക്കുന്നു. എന്നാൽ ഇവർ തമ്മിലുള്ള ഇവർ തമ്മിൽ സന്ദേശങ്ങൾ, ഇവർ തമ്മിൽ എന്തൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത്, എന്തൊക്കെയാണ് വാട്സപ്പ് ചാറ്റുകൾ, ആ വിവരങ്ങളെല്ലാം ഇപ്പോൾ ഈ കാട്ടാക്കട DYSP N ഷിബുവിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഈ വിവരങ്ങൾ റീസ്റ്റോർ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. അതിനോടനുബന്ധിച്ച് തന്നെ ഈ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും എന്നുള്ള വിവരം കൂടി ഇപ്പോൾ സ്മൃതി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോറൻസിക് പരിശോധനയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി എന്തൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ദുരൂഹതകൾ ഉള്ളത്, എന്തൊക്കെയാണ് മറനീക്കി പുറത്തു വരാനുള്ളത്, ഇതിൽ ഈ ഇന്ദുജയെ കൊലപ്പെടുത്തണമോ എന്നുള്ള ഒരു ഉദ്ദേശം ഈ പ്രതികൾക്കുണ്ടായിരുന്നോ എന്നുള്ളത് നമുക്കിനി അറിയേണ്ടതുണ്ട്. ഇതിൽ ഭർത്താവായിട്ടുള്ള അഭിജിത് ദേവനും അതുപോലെ തന്നെ ഇതിലെ രണ്ടാം പ്രതിയായിട്ടുള്ള അജാസിനും ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ബന്ധമുള്ളത്, ഇവർ തമ്മിൽ പരസ്പരം നേരത്തെ സംസാരിച്ചിട്ടുണ്ടോ, ഇന്ദുജയെ ഇവരുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കാനുള്ള ഒരു ഉദ്ദേശം, അത്തരത്തിലൊരു ഗൂഢാലോചന ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പുറത്തു വരണമെങ്കിൽ ഈ വാട്സപ്പ് ചാറ്റുകളും ഫോൺ സന്ദേശങ്ങളും ഒക്കെ പുറത്തു വരേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ഫോൺ രേഖകൾ, അതിൻ്റെ ഫോണുമായി ബന്ധപ്പെട്ട് ഈ ഡിലീറ്റ് ചെയ്ത സന്ദേശങ്ങൾ റീസ്റ്റോർ ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ പാലോട് പോലീസ്. സ്മൃതി. ശരി, അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.